ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു സേമിയ പായസം അഥവാ വെർമസലിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത്, എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാം, എന്തൊക്കെ ചേരുവ വേണം നോക്കാം. അതിനായിട്ട് ആദ്യം ഞാൻ കുറച്ച് ചൗവരി കേട്ടോ, അത് ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 30 ഗ്രാമോളം മതി. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയൊക്കെ നമുക്ക് ആദ്യം ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം കേട്ടോ. ഇത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ ആദ്യമേ തന്നെ അതൊന്ന് വറുത്ത് കോരി എടുത്ത് വെക്കാം. പിന്നെ അതേ പാനിലേക്ക് തന്നെ ഞാൻ സേമിയയും കൂടെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഏകദേശം ഒരു 200 ഗ്രാമിനോടടുത്ത് സേമിയ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ആ നെയ്യിൽ തന്നെ ഒന്ന് വറുത്ത് കോരിയെടുത്തു. പിന്നെ ഞാൻ ഇവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട് കേട്ടോ, പശുവും പാൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം കട്ടിപ്പാലൊക്കെ എടുക്കുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തത് കുഴപ്പമില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ വറുത്ത സേമിയ പാലും തിളച്ചപ്പം ഈ സേമിയ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തു. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി അതിലേക്ക് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചൗവരിയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ചൗവരിയും സേമിയൊക്കെ പാലിൽ കിടന്നൊന്ന് 3-4 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലൊന്ന് വേവാനിട്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നീട് ഒരു 3-4 ഏലയ്ക്ക പൊടിച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒന്ന് ഇളക്കി കൊടുക്കണം. സേമിയ ഒരുപാട് വേവേണ്ട ആവശ്യമില്ല കേട്ടോ, ഒരു ഹാഫൊക്കെ വെന്താൽ മതി. പിന്നെ അതിലേക്ക് നമ്മൾ ഹാഫ് വേവുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് മധുരവും കൂടെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര എപ്പോഴും നമ്മൾ പകുതി വേവുമ്പോൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും, ആദ്യമേ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം സേമിയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വറുത്ത് ചെയ്യുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കണം. ഒരു 3/4% വെന്താൽ മതി സേമിയ കേട്ടോ. പിന്നെ നമ്മൾ ആ ചൂട് പാലിലൊക്കെ സേമിയ ഒന്നും കൂടെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ നല്ലൊരു സേമിയ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി സെർവിങ് ബൗളിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നല്ല നല്ല റെസിപ്പീസിനായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.